ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാൻ അവിടെ മീനൊക്കെ മുറിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പീസാക്കിയിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ്, വറുത്തിട്ടില്ല. വറുത്തിടരുത്, മീൻ വെക്കുമ്പോൾ എപ്പോഴും പച്ച ഇടാവുള്ളൂ. മല്ലി വറുത്തിട്ടാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, പച്ചമല്ലി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇത് പെരുംജീരകം പൊടിച്ചതെന്നാലും ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുളകും പൊടി തന്നെയാണ്, എന്നാലും ഞാൻ അതിലിടുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചടുക്കളന്ന് പൊടിഞ്ഞോളും. മഞ്ഞൾ പൊടിയാണ്, കയ്യിലൊന്ന് പൊടിഞ്ഞോട്ടെ. നന്നായി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കണമെന്നില്ല, വേറെ തന്നെ പൊടിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴാണ്. കറിച്ചട്ടി വെച്ചിട്ടുണ്ട്, അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഉള്ളി വട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില, നന്നായി മൂത്ത് വെക്കുക. നല്ലോണം മൂക്കണം, അപ്പോഴേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരണം, അല്ലെങ്കിൽ ഒരു ചുവ ഉണ്ടാവും. നല്ലൊരു മണം വരുന്നത്. നമുക്ക് തക്കാളി അരച്ചെടുക്കാം. ഇതിൽ വരുന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. തക്കാളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇടാവുള്ളൂ. കൂടുതലായിപ്പോയത് കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും ഉപ്പിടുമ്പോൾ പുളിവെള്ളം ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ ഇതിലേക്ക് പൊറുക്കി വെച്ചെടുക്കാം. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഇട്ടെടുക്കാം. മീൻ ഇതിലേക്ക് ഇട്ടെടുക്കാം.
ഈ മീനിന് കണക്കായ മുളകും മഞ്ഞളും മല്ലിയൊക്കെ ഞാൻ എടുത്തത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം, വേവട്ടെ. ഇപ്പോൾ നമ്മളെ കറി തയ്യാറായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കറി ഉണ്ടാക്കി വയ്ക്കുക. നല്ല പുളി, ഉപ്പ്, എരിവ് എല്ലാം കണക്കിനിടാവുള്ളൂ, കൂടിപ്പോയത്. നമ്മൾ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന കറിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറി. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഉപ്പൊക്കെ കണക്കുക, പുളി കണക്കുക, എരിവ് കണക്കുക, എല്ലാം കണക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.